ഒടുവിൽ നാട്ടുകാർക്ക് ആശ്വാസമുള്ള ഒരു തീരുമാനം വരുന്നു. അതായത് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു തകർന്ന മേഖലയിൽ മേൽപ്പാലം നിർമ്മിക്കണം. വയഡക്റ്റ് ഉടനടി 6 മാസം കൊണ്ട് നിർമ്മിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി കരാറ് കമ്പനിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കരാറ് കമ്പനി സാവകാശം തേടിയിരിക്കുകയാണ്. ഇടിഞ്ഞ തകർന്ന മേഖലയിലെ പ്രശ്നങ്ങൾ തീർത്ത് അവിടെ നികത്തിയ മേൽപ്പാലം നിർമ്മിക്കാൻ സാധിക്കൂ. അതിന് സമയം വേണമെന്നാണ് കരാറ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് അവിടെ പ്രശ്നങ്ങൾ ബാക്കിയാണ്. കാത്തിരിപ്പ് നീളുന്നതനുസരിച്ച് ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടുത്തെ വലിയ ആശങ്ക തന്നെയാണ്. നാട്ടുകാരൻ എന്ന നിലക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഗതാഗത യോഗ്യമാക്കാനുള്ള സംവിധാനം കൂടി ഈ കമ്പനി തയ്യാറാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ മാസം 23-നാണ് ഈ മഴയെ തുടർന്ന് ശക്തമായ മഴയുണ്ടായിരുന്നു ഈ വടകര തിരുവങ്ങൂര് ഭാഗത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവങ്ങൂര് മേൽപ്പാലത്തിന് മുകളിൽ ഏകദേശം 400 മീറ്ററോളം വിള്ളൽ രൂപപ്പെട്ടത്. ഈ രാവിലെ ഈ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ നാട്ടുകാരായിരുന്നു ഈ വിള്ളൽ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് കരാർ കമ്പനി ചെറിയ രീതിയിലുള്ളൊരു ടാറ് ഇതിന്റെ ഭാഗത്തിട്ടു. ഇന്ന് അത് കുറച്ചുകൂടെ കോട്ടിലിട്ടിരിക്കുന്നു. ഒരു ചെറിയ ഹമ്പിന്റെ വലിപ്പത്തിലാണ് ഇപ്പോൾ 400 മീറ്ററോളം ടാർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിൽ വന്ന അപാകതയാണ്. ഒന്ന്, ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ള മണ്ണ്, അതിൻ്റെ ഗുണനിലവാരം വളരെ മോശമാണ്. മണ്ണിനകത്തുള്ള ചണ്ടി അതേപോലെ തന്നെ വേരുകളൊന്നും എടുത്തു മാറ്റാതെയാണ് ഈ ഇത് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ചെതലഴിച്ച് ഈ ഭാഗത്ത് മണ്ണ് താഴ്ന്നു പോകും. ഈ റോഡിൻ്റെ വിള്ളലിൻ്റെ ഭാഗമായിട്ട് നേരത്തെ കാണിച്ച ആ വാള് വീണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് അങ്ങോട്ട് മറഞ്ഞു വീണ് കഴിഞ്ഞാൽ വാഹനഗതാഗതം സംഭവിക്കും, മാത്രമല്ല ജീവഹാനി സംഭവിക്കും എന്നുള്ള കാര്യം. ഒരു പ്രദേശത്തെ ആകെ വഴിമുട്ടിച്ച ദേശീയപാത വികസനമാണ് തളിപ്പറമ്പ് പുളിമ്പറമ്പ് നടക്കുന്നത്. ദേശീയപാതയ്ക്കായി ഇങ്ങനെ കുന്നിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ പാലം കീഴാറ്റൂര് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പാലം ഇങ്ങനെ പണിത് വരികയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ മണ്ണിടിച്ച ശേഷം റോഡ് നിർമ്മിക്കാനാണ് പദ്ധതി. കുന്നിൻ പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പണി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ആ കാണുന്ന വീട് ആ അടിഭാഗം ഇടിഞ്ഞു തുടങ്ങി. ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു നല്ല മഴ പെയ്ത ഇത് ഇടിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് കണക്കായിട്ടുള്ള വർക്കുകൾ അവർ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. 2-3 ദിവസമായിട്ട് അവിടെ സൈഡൊക്കെ ജില്ലിയിട്ട് അടച്ചു. കാസർഗോഡ് ദേശീയപാതയെ സംബന്ധിച്ച് പ്രധാനമായി പ്രശ്നങ്ങളുള്ളത് 2-3 റീച്ചുകളിലാണ്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന പലതവണയായി വിവാദങ്ങളിൽപ്പെട്ട കമ്പനിക്ക് തന്നെയാണ് ഇവിടെ നിർമ്മാണ ചുമതലയുള്ളത്. ആദ്യഘട്ടത്തിൽ കാഞ്ഞങ്ങാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലായിരുന്നെങ്കിൽ പിന്നീട് പലതവണയായി മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയിലും സർവീസ് റോഡിലും ഒരുപോലെ തന്നെ വിള്ളലുകൾ വീഴുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഗ്രൗട്ട് ഒഴിച്ചുകൊണ്ട് അവിടെ ആ ഒരു വിള്ളൽ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടായത്. കാസർഗോഡ് പിലിക്കോട് കാർഷിക സർവകലാശാലയ്ക്ക് മുൻപിൽ 500 മീറ്ററോളം നീളത്തിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. എനിക്ക് തൊട്ടരികിൽ ഇടതുവശത്തും വലതുവശത്തുമായി 2 വെള്ളച്ചാട്ടങ്ങൾ തന്നെ പൂർണ്ണമായും രൂപപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഈ മലയുടെ നടുക്കൂടുള്ള അരുവികളുടെ ആ ഒരു ഒഴുക്ക് മനസ്സിലാക്കിയത് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തിയും പാലങ്ങൾ നിർമ്മിച്ചത് കൊണ്ടാണ് ഇപ്പോൾ പ്രകൃതി തന്നെ ഇത്തരത്തിൽ ഒരു തിരിച്ചടിക്കായി ഒരുങ്ങുന്നത്. കാസർഗോഡ് ചട്ടഞ്ചാലിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.